കോടതി മുറിയിൽ നിന്നിറങ്ങിയപ്പോഴും ജഡ്ജിയുടെ ചോദ്യം മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു ജീവിതത്തിന് പകരമുള്ള നഷ്ടപരിഹാരം. എൻ്റെ തെറ്റുകൊണ്ടല്ലെങ്കിലും തലകുനിച്ച് നേരിടേണ്ടി വന്ന 1000 ചോദ്യമുനകൾ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. മനോഹരമാകേണ്ടിയിരുന്ന 12 വർഷങ്ങൾ. അത് തിരികെ തരാൻ ഏത് നീതിക്ക് കഴിയും? ഏത് നഷ്ടപരിഹാരമാകും അതിന് പകരമാകുക? ഒന്ന് പൊട്ടിക്കരയാൻ തോന്നിയ നിമിഷങ്ങൾ. എപ്പോഴും എന്ന പോലെ മൗനത്തിൽ ചേർന്നു നിന്നു. ഒരു നീതികേടിനെയും പഴിച്ചില്ല. ഒറ്റയ്ക്കായിപ്പോയ ഒരുവളുടെ നിസ്സഹായതയ്ക്കുമപ്പുറം എന്ത് നീതികേടാണുള്ളത്? ആത്മഹത്യ ചെയ്യാനുള്ള ഭീരുത്വമോ ധൈര്യമോ എനിക്കില്ല. എത്രയോ തവണ മനസ്സുകൊണ്ട് മരണത്തിലേക്ക് നടന്നെടുത്തവളാണ്. ആത്മഹത്യ എന്ന വാക്കിൽ ഭയമല്ല, ഭീകരതയാണുള്ളത്. ഒന്നും ആഗ്രഹിക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന ബാല്യം. അല്ലെങ്കിലും അനാഥത്വം എന്ന വാക്കിന് വല്ലാത്തൊരു കനമാണ്. അത്രമേൽ കരയിപ്പിച്ചിട്ടും ജീവിതമേ, നിന്നെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ അറിഞ്ഞിട്ടും അറിയാതെ പോയ എനിക്ക് ചുറ്റുമുള്ള ചില ജീവിതങ്ങളിൽ നിന്ന് ഞാൻ എന്നെ വീണ്ടെടുക്കുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ കുറേ നല്ല ഓർമ്മകൾ എന്നെ തിരികെ വിളിക്കുന്നത് കൊണ്ടാണ്. എന്തിനാണ് ഇന്നിൻ്റെ അതിർവരമ്പുകൾ താണ്ടി ഭൂതകാലത്തിലേക്ക് വീണ്ടും വീണ്ടും യാത്ര ചെയ്യുന്നത്? 1000 തവണ സ്വയം ചോദിച്ചതാണ്. പിന്നിലേക്കോടിയ മനസ്സിനെ എത്ര ശ്രമിച്ചിട്ടും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഓർമ്മകളിൽ നനവ് പടർത്തിക്കൊണ്ട് നീ എന്ന കുട്ടിക്കാല സ്വപ്നത്തിലേക്ക് മെല്ലെ പടികളിറങ്ങിപ്പോയി. ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, ജീവിതം, ഇവയിലെല്ലാം നടന്നെടുത്തു. കൂടെയുണ്ടാകുമെന്ന വാക്കിനോളം കാപട്യം മറ്റേത് വാക്കിനുണ്ട്? കണ്ട സ്വപ്നങ്ങളും ജീവിതവും തമ്മിലുള്ള അന്തരം ഓർത്തെടുക്കാതെ തന്നെ കൺമുന്നിലുണ്ട്. ചെറിയ ചാറ്റൽ മഴ മറ്റാരും അറിയാതെ പെരുമഴയായത്. ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചിലയിടങ്ങൾ ശൂന്യമാക്കേണ്ടി വന്നത്. ആഘോഷങ്ങളിലൊന്നും അലിഞ്ഞു ചേരാതെ നിസ്സംഗതയുടെ മുഖം മൂടി അണിഞ്ഞത്. ഒക്കെയും കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഒരുപക്ഷെ നിറം കെട്ട ഓർമ്മകൾ നിരന്നു നിന്നത് നിന്നെ മറക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. നമുക്ക് പിരിയാം അനഘ. എത്ര എളുപ്പമായിരുന്നു വികാസ് നിനക്കത് പറയാൻ. നീ നിരത്തിയ കാരണങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന ബാല്യം അതെൻ്റെ തെറ്റല്ലായിരുന്നു. എത്ര വർഷങ്ങൾ നമ്മൾ കളിക്കൂട്ടുകാരായിരുന്നു. അകലാൻ വേണ്ടി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന 1000 കാര്യങ്ങളിൽ ഒന്ന് മാത്രം മതിയാകും ചിലപ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടെ ജീവിക്കാൻ. സ്നേഹം അതിരറ്റ പുഴ പോലെ ഒഴുകുമ്പോഴും എവിടെയോ വച്ച് നമ്മൾ തിരിച്ചു നടന്നു. മറ്റൊരു വിവാഹം എൻ്റെ സ്വപ്നങ്ങളിൽ പോലുമില്ലായിരുന്നു. എന്നിട്ടും നിനക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ അതിനൊക്കെ തയ്യാറായത്. കുഞ്ഞുങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്ന എനിക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോലും വിവാഹം എന്ന ചടങ്ങ് ഉപയോഗപ്പെട്ടില്ല. ഇന്നിതാ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം. എങ്ങനെയും ജീവിക്കണം. ഞാൻ ആനന്ദിയെ ഓർത്തു. ചിലർ നമ്മളിലേക്ക് എത്തപ്പെടുന്നത് എത്ര മനോഹരമായിട്ടാണ്. അതിലും മനോഹരമായിട്ടാണ് അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ചില കണ്ടുമുട്ടലുകളെങ്കിലും നാം ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവർ നടന്ന വഴികളിലെ കണ്ണീരുണങ്ങിയ പാടുകൾ കണ്ണുകൾ നിറയ്ക്കുന്ന നൊമ്പരമാകുന്നുണ്ടെങ്കിൽ, ഏത് നിസ്സഹായാവസ്ഥയിലും നമുക്ക് അവരെ വിളിക്കാം, സഹായം ചോദിക്കാം എന്ന അവളുടെ വാക്കുകൾ ഓർത്തു. കഥയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ.